സന്നിധാനത്ത് ഇന്നലെ 18ാം പടി കയറിയത് 95,326 തീർത്ഥാടകരാണ്. ക്രിസ്മസ് അവധി കൂടി തുടങ്ങുന്നതോടെ ഇന്നു മുതൽ വലിയ തിരക്കാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 91,088 പേരാണ് ഇന്ന് ദർശനത്തിന് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുള്ളത്. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായുള്ള പോലീസിന്റെ കർപ്പൂരാഴി ഇന്ന് വൈകുന്നേരം നടക്കും. CV അനുമോദാണ് വിവരങ്ങൾ നൽകുക. ശബരിമലയിൽ നിന്ന് സന്നിധാനത്ത് നിന്ന് അനുമോദ്, ഗുഡ് മോർണിംഗ്. വലിയൊരു തീർത്ഥാടക പ്രവാഹം പ്രതീക്ഷിക്കണം ഇനിയുള്ള ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും അവധി ദിവസങ്ങൾ വരികയാണല്ലോ. ഇന്ന് മാത്രം ഇപ്പോൾ അനുമോദ് പറഞ്ഞ റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ 90,000-ലേറെ പേർ ഇതിനോടകം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകളെ ഇനിയും പ്രതീക്ഷിക്കേണ്ട ഈ ദിവസങ്ങൾ. തീർച്ചയായും എൽദോ, ഇന്ന് അവധി ദിവസങ്ങൾ, ക്രിസ്മസ് അവധി ദിവസങ്ങൾ തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ഒരു ഭക്തജന പ്രവാഹം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം 80,000-ൽ താഴെയായിരുന്നു വിർച്വൽ ക്യൂ ബുക്കിംഗ്. പക്ഷേ ഇന്നലെ സന്നിധാനത്തെത്തിയത് പോലീസിൻ്റെ ഔദ്യോഗിക കണക്കുപ്രകാരം 95,000-ലധികം പേരാണ്. അതിലും ഏറെ പേർ, അതായത് ഒരു വിർച്വൽ ക്യൂവിൻ്റെ ടിക്കറ്റിൽ തന്നെ 4-5 പേരൊക്കെ സന്നിധാനത്ത് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിലും ഏറെ പേരൊക്കെ ഇന്നലെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നത് പോലീസിൻ്റെ അനൗദ്യോഗികമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ രാവിലെ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതാണ്ട് 7 മണി വരെ 26,000 അയ്യപ്പന്മാരാണ് സന്നിധാനത്ത് 18ാം പടി കയറിയിട്ടുള്ളത്. മണിക്കൂറിൽ 3,000-നും 4,000-നും ഇടയിൽ അയ്യപ്പന്മാരെ 18ാം പടി കയറ്റുന്നു. ഇതിലേറ്റവും ഈ തിരക്ക് വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ക്രിസ്മസ് അവധി ദിവസങ്ങൾ ആരംഭിക്കുന്നതോടെ കൂടുതൽ കുട്ടികൾ സന്നിധാനത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഈ കുട്ടികൾ 18ാം പടി കയറുമ്പോൾ അവരെ മറ്റു മുതിർന്നവരെ പോലെ തന്നെ വളരെ വേഗത്തിൽ നമുക്ക് പോലീസ് അയ്യപ്പന്മാർക്ക് 18ാം പടി കയറ്റാൻ കഴിയണമെന്നില്ല. സ്വാഭാവികമായിട്ടും അത് 18ാം പടി കയറുന്നതിൻ്റെ വേഗത കുറയ്ക്കും. അത് അങ്ങനെ വേഗത കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ തിരക്ക് താഴേക്ക് വ്യാപിക്കുകയും നിയന്ത്രണങ്ങളിൽ ഏർപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇന്നിപ്പോൾ രാവിലെ തന്നെ അപ്പാച്ചിമേട് വരെ അയ്യപ്പന്മാരുടെ വരി നീണ്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് പമ്പയിൽ നിന്നും സന്നിധാനത്തെത്താൻ 8-10 മണിക്കൂറുകൾ എടുക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ തിരക്ക് ഇനി കൂടുമെന്ന് കരുതണം. കാരണം വിർച്വൽ ക്യൂ ബുക്ക് ചെയ്തതിന് പുറമെ സ്പോട്ട് ബുക്കിങ്ങിൽ ആളുകൾ എത്തും. അതിന് പുറമെ സത്രം വഴിയും മറ്റ് കാനനപാത വഴിയും അയ്യപ്പന്മാരെത്തുന്നുണ്ട്. ഇതൊക്കെ തന്നെ പോലീസിൻ്റെ കണക്കിൽ അധികം എത്തുന്ന അയ്യപ്പന്മാരാണ്. അപ്പോൾ വലിയ ഒരു തിരക്ക് തന്നെ ഇനിയുള്ള മണിക്കൂറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മണ്ഡലപൂജയ്ക്ക് സന്നിധാനം ഒരുങ്ങുകയാണ്. 27-ാം തീയതിയാണ് മണ്ഡലപൂജ കഴിഞ്ഞാൽ നട അടയ്ക്കുകയും ചെയ്യും. അപ്പോൾ 26-ാം തീയതി തങ്കയങ്കി സന്നിധാനത്തെത്തും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് സാധാരണ 2 കർപ്പൂരാഴി ഒരു ചടങ്ങാണ്. കർപ്പൂരം വലിയ ഒരു ചെമ്പിൽ കൂട്ടിയിട്ട് കത്തിച്ച് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ, കലാരൂപങ്ങളുടെ അകമ്പടിയോടെ സന്നിധാനത്ത് പ്രദക്ഷിണം വെച്ച് വലം വയ്ക്കുന്ന ഒരു ചടങ്ങാണ് കർപ്പൂരാഴി. അത് പോലീസിൻ്റെയാണ് ഇന്ന് ഉള്ളത്. വൈകുന്നേരം 6:30-ക്ക് ദീപാരാധനയ്ക്ക് ശേഷം പോലീസിൻ്റെ കർപ്പൂരാഴി നടക്കും. അത് വലിയ ആഘോഷമായിട്ടില്ല, ഇത്തവണ ചടങ്ങ് മാത്രമായിട്ടാണ് നടത്തുന്നതെന്നാണ് പോലീസ് തന്നെ പറയുന്നത്. കാരണം തിരക്കേറിയ സാഹചര്യത്തിൽ ഇത് വലിയ ഒരുപാട് സമയം അതിനുവേണ്ടി പോലീസിന് മാറ്റിവെക്കാൻ കഴിയുകയില്ല. സ്വാഭാവികമായിട്ടൊരു ചടങ്ങ് പോലെ കർപ്പൂരാഴി നടത്തുന്നുണ്ട്. അടുത്ത ദിവസം ദേവസ്വത്തിൻ്റെ കർപ്പൂരാഴിയുമുണ്ട്. അപ്പോഴങ്ങനെ മണ്ഡലപൂജയുടെ തിരക്കിലേക്ക് സന്നിധാനം ഉയരുകയാണ്. വലിയ തിരക്കിലേക്കും സന്നിധാനം ചെന്നെത്തുകയാണ്. വലിയ തിരക്ക് എന്ന് വെച്ചാൽ 90,000-ന് മുകളിൽ അയ്യപ്പന്മാർ വിർച്വൽ ക്യൂ ബുക്ക് ചെയ്താൽ 1.25 ലക്ഷത്തോളം പേരെ സന്നിധാനത്ത് ഒരു ദിവസം കണക്കാക്കണം. അത് വലിയ ഒരു സംഖ്യ തന്നെയാണ്. മണിക്കൂറുകൾ അയ്യപ്പന്മാർക്ക് കാത്തു നിൽക്കേണ്ട അവസ്ഥ വരും. പമ്പ മുതൽ സന്നിധാനം വരെ 10 മണിക്കൂറിലേറെ സമയം എടുക്കേണ്ട അവസ്ഥ വരും. പമ്പയിലേക്കും നിലയ്ക്കലിലേക്കും വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതാണ് പ്രധാനം. ഈ അയ്യപ്പന്മാർ ഇങ്ങനെ പ്രവഹിക്കുന്ന ഒരു സമയം ഇത്രയും ആളുകളെ ഉൾക്കൊള്ളാനുള്ള സജ്ജീകരണങ്ങൾ അവിടെ തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ മണ്ഡലകാലത്തിന്റെ തുടക്കത്തിൽ നേരിട്ട വലിയ വിമർശനമായിരുന്നല്ലോ അത് ഇനി കൂടുതൽ തീർത്ഥാടകർ എത്തുന്നതോടുകൂടി അത് കൈകാര്യം ചെയ്യാനുള്ള, അതിനെ നിയന്ത്രിക്കാനുള്ള, സുഗമമായിട്ടുള്ള ദർശനം നടത്താനുള്ള സൗകര്യം അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. തീർച്ചയായും എഴുതോ, ഈ സന്നിധാനത്ത് എത്തുന്നവർക്ക് സുഗമമായ ദർശനം നടത്താനുള്ള സൗകര്യമുണ്ട്. പക്ഷേ സന്നിധാനത്ത് അയ്യപ്പന്മാരെത്തുന്നതിനെ കൃത്യമായി നിയന്ത്രിച്ച് കടത്തിവിടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കാരണം ഒരുപാട് പേർ ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം താളം തെറ്റുന്ന അവസ്ഥയാണ്. ഇതൊരു കാനന ക്ഷേത്രമാണ്, മലയുടെ മുകളിലാണ്. ഇവിടെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണ് അയ്യപ്പന്മാർക്ക് ഉള്ളത്. കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനൊന്നും കഴിയില്ല. കാരണം അതിനൊക്കെ കൃത്യമായ റെഗുലേഷൻസ്, നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടേക്ക് അയ്യപ്പന്മാരെത്തുന്നതിൽ കൃത്യമായ നിയന്ത്രണം കൊണ്ടുവന്ന് പമ്പയ്ക്കും നിലയ്ക്കലിലും, അവിടേക്ക് കഴിഞ്ഞ തവണ ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം, പമ്പയിലും നിലയ്ക്കലും എത്തുന്നതിന് മുൻപ് കാനനങ്ങളുടെ ഓരത്ത്, അതായത് പ്രാഥമിക സൗകര്യമോ ഭക്ഷണമോ വെള്ളമോ കിട്ടാൻ സാധ്യതയില്ലാത്ത ഇടങ്ങളിൽ ഈ വാഹനങ്ങൾ പിടിച്ചിട്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നതാണ് ഏറ്റവും വലിയൊരു പരാതി ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഒഴിവാക്കുവാൻ ഈ ഇടത്താവളങ്ങളിൽ, കോട്ടയം, പത്തനംതിട്ട ജില്ലയിലെ ഇടത്താവളങ്ങളിൽ അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ആവശ്യത്തിന് ഭക്ഷണവും വെള്ളമൊക്കെ അവിടെ ഉറപ്പാക്കാൻ പറ്റും.
പക്ഷേ സന്നിധാനത്തിൻ്റെ തിരക്ക് അനുസരിച്ച് അവിടെ നിന്ന് വാഹനങ്ങൾ കടത്തിവിടുക എന്നൊരു നടപടിയാണ് പോലീസ് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത്. രണ്ടാമതായിട്ട് പമ്പ മുതൽ സന്നിധാനം വരെ മരക്കൂട്ടം മുതൽ സാധാരണഗതിയിൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നതാണ്. നിയന്ത്രണങ്ങൾ അവിടെ കൊണ്ടുവരുന്നുണ്ട്. ക്യൂ കോംപ്ലക്സുകളിൽ കൃത്യമായി കാത്തുനിന്നതിന് ശേഷം മാത്രമേ അയ്യപ്പന്മാർക്ക് ഇങ്ങോട്ട് എത്താൻ കഴിയുള്ളൂ. ഈ ഒരു നിയന്ത്രണം പമ്പയിൽ നിന്ന് ഏർപ്പെടുത്താൻ തുടങ്ങും. പമ്പയിൽ നിന്ന് കൃത്യമായ ഇടപെടലുകൾ മാത്രമേ അയ്യപ്പന്മാരെ കടത്തിവിടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ എവിടെയെല്ലാം അയ്യപ്പന്മാരെ നിയന്ത്രിക്കുന്നുണ്ടോ അവിടെയെല്ലാം അവർക്ക് വെള്ളവും അതുപോലെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യം, അതിനുള്ള ഒരു സൗകര്യങ്ങളൊക്കെയാണ് ഒരുക്കുന്നത്. മാത്രമല്ല വെള്ളവും ബിസ്ക്കറ്റും അതാണിപ്പോൾ വരി നിൽക്കുന്ന അയ്യപ്പന്മാർക്ക് നൽകുന്നത്. അത് കൂടുതൽ ഇടങ്ങളിലേക്ക് കൊണ്ടുവരാൻ എത്തിക്കാനുള്ള ഒരു ശ്രമം പോലീസിൻ്റെ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. എന്താണെങ്കിലും വലിയ തിരക്കിലേക്ക് സന്നിധാനം നടന്നെത്തുമ്പോൾ അയ്യപ്പന്മാർക്ക് ശബരിമലയിൽ എത്താൻ ഒരുങ്ങുന്ന അയ്യപ്പന്മാരോട് പറയാനുള്ളത് തിരക്ക് മുന്നിൽ കണ്ടു തന്നെ ഒരുങ്ങി വേണം ഇവിടേക്ക് എത്താൻ. പമ്പ മുതൽ സന്നിധാനം വരെ 10 മണിക്കൂറിലധികം സമയം കാത്തു നിൽക്കേണ്ട സാഹചര്യം നിലവിലുണ്ട്. സന്നിധാനത്തെത്തിയാൽ കുട്ടികൾക്കൊക്കെ ദർശനത്തിന് പ്രത്യേക സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും സന്നിധാനത്ത് എത്തുന്നതിന് മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട സാഹചര്യം തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങൾ ഉണ്ടാവുക. എൽദോ അതൊരു കാര്യം കൂടി, വേറൊന്നുമല്ല, ആ അയ്യപ്പന്മാരുടെ പ്രതികരണത്തിന് സാധ്യതയുണ്ടോ എന്ന് അറിയാനാണ്. അവർ ദർശനത്തിനുള്ള ഒരു വ്യഗ്രതയിലാണെന്ന് അറിയാമെങ്കിൽ പോലും അവിടെ കാത്തു നിൽക്കുന്ന അയ്യപ്പന്മാർ ഈ യാത്രയ്ക്ക് സുഗമമായിരുന്നോ, ദർശന സൗകര്യങ്ങളുടെ കാര്യത്തിലൊക്കെ അവരുടെ ഒരു പ്രതികരണം ലഭിക്കാൻ സാധ്യതയുണ്ടോ? ശ്രമിച്ചു നോക്കണം എൽദോ. കാരണം ഇപ്പോൾ ഉഷപ്പൂജയ്ക്ക് വേണ്ടി നട അടച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ആ ഒരു ഘട്ടത്തിൽ നമുക്ക് കാത്തു നിൽക്കുന്ന അയ്യപ്പന്മാരോട് ചോദിച്ചു നോക്കാം എത്രമാത്രം അവർക്ക് എന്തൊക്കെയാണ് പങ്കുവെക്കാനുള്ളതെന്ന് ചോദിക്കാം. സ്വാമി, சிக்ஸ் ஹவர்ஸ் வெயிட் பண்ணியிருக்கோம். ஆமாம் சார், கீழே லைன் சரியில்லை. ഞാൻ കേരള പാലക്കാട് ഒന്നും ശരിയില്ല. ഇവിടുത്തെ പിണറായി വിജയൻ CM ചെയ്തത് ഭയങ്കര തെറ്റാണ്. പമ്പയിൽ നിന്ന് വൈകുന്നേരം 5 മണിക്ക് ഇപ്പോഴാണ് ദർശനം പോകുന്നത്. ദർശനം രാവിലെ വൈകുന്നേരം 5 മണിക്ക് ഭയങ്കര കഷ്ടസ്വാമി. இப்போ அம்மா 2 மணிக்கு ஏற ஆரம்பித்தோம். இப்போ தான் தரிசனத்துக்கு உள்ளே வந்து முடிஞ்சது. கூட்டம் அவ்வளோ கூட்டமாக இருக்குது. இந்த வருஷமா இப்படி இருந்ததே இல்லை சாமி. சாமி ரொம்ப இதாக இருக்குது சாமி. சென்னையிலேருந்து வரோம் சாமி. 11 மணி நேரம். 11 மணி நேரம். பிஸ்கெட் வந்து தண்ணி வந்தது. இன்னும் கொஞ்சம் நல்லா ப்ரொவைட் பண்ணால் நல்லா இருக்கும். கியூ கொஞ்சம் நல்லா இது பண்ணால் கொஞ்சம் நல்லா இருக்கும். ரொம்ப போலீஸ் எல்லாம் நல்லா இருக்கு. கியூ மட்டும் கொஞ்சம் இன்னும் கொஞ்சம் பிஃபோர் கொண்டா கொஞ்சம் நல்லா இருக்கும். தமிழ் தெரியாது, தெலுங்கு waiting to 2 hours only. 2 hours only. Police morning. Tamil 12 hours ಆಯ್ತು ಸ್ವಾಮಿ. ಕಾಲೇಜ್ ನೈಟ್ 10 மணிக்கு வந்திருந்து 10 hours அங்கே லாக் பண்ணிட்டாரு. தேவையில்லாமல் லாக் பண்ணிட்டாரு. அது லாக் பண்ண மாதிரி இல்லை, தேவையில்லாமல் லாக் பண்ணிட்டாரு. எல்லாருக்கும் தொந்தரவு கொடுக்காரு. முன்னாடி இப்படியெல்லாம் ஒரு டைமும் நான் பார்க்கல. இது வேணும்னே பண்ணுறாரு. இது லாஸ்ட் இயர் எல்லாம் நல்லா இருந்துச்சு தரிசனத்துக்கு. இந்த வருஷம் ரொம்பவே சஃபர் பண்ணிருக்காங்க. எவ்வளோ பேர் ரிட்டர்ன் போயிட்டு இருக்காங்க. குழந்தைக்கு ஸ்பெஷல் லைன் பண்ணோம், சீனியர் சிட்டிசனுக்கு ஸ்பெஷல் லைன் பண்ணோம். ஒன்றும் பண்ணாமல் இருக்கிறாரு. நிறைய பேர் சீனியர் சிட்டிசன் வர்றாரு, ஹேண்டிகேப்டுகள் வர்றாரு. അവർക്ക് நிறைய ലൈൻ பண்ணால் நல்லா இருக்கும். പ്രാവശ്യം ഭയങ്കര തിരക്ക് കൂടുതലാണ്. എന്തായാലും ഉച്ചയ്ക്ക് വന്നതാണ്, ദർശനം ഇതുവരെ കിട്ടിയിട്ടില്ല. പിള്ളേർക്ക് പമ്പയിൽ നിന്ന് നമ്മൾ ഉച്ചയ്ക്ക് വന്നതാണ്. ഇന്നലെ 2 മണിക്ക് ഒരുപാട് നേരം കാത്തിട്ടുണ്ട് വന്നത്. നല്ല തിരക്കായിരുന്നു. പിന്നെ ഇന്നലെ സൗകര്യം കുഴപ്പമില്ല, തിരക്ക് കൂടുതലാണ്. എന്തായാലും അതാ ഞങ്ങൾ കോഴിക്കോട് നരിക്കുനി ഇറവനർ പമ്പയിൽ നിന്ന് രാത്രി 1 മണിക്ക് 10 മണിക്ക് ഒരുപാട് വെയിറ്റ് ആയിരുന്നു. ഭക്ഷണം വെള്ളമൊക്കെ സൗകര്യങ്ങളൊക്കെ വെള്ളമൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ വെള്ളം കുടിക്കാൻ നിന്നില്ല. വെള്ളം കുടിച്ച് ഇങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. അവിടെ ഭയങ്കര തിരക്കന്നെയാണ്. അപ്പോൾ പിന്നെ അവിടെ ഓരോ റൂമിലിട്ട് 2 മണിക്കൂർ കഴിഞ്ഞങ്ങനെ പോരാ. ശരി അനുമോദ, എന്നാലും പരാതികൾ ഉണ്ടാകുന്നുണ്ട്. അത് പരിഹരിക്കപ്പെടട്ടെ എത്രയും പെട്ടെന്ന്. പ്രത്യേകിച്ചും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന അയ്യപ്പ ഭക്തർക്ക് അവർക്ക് ഒരു കാര്യമില്ലാതെ തടഞ്ഞു വെച്ചു എന്നുള്ള പരാതിയൊക്കെ വരുമ്പോൾ അത് സ്വാഭാവികമായും അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. എന്നാലും അനുമോദാണ് വിശദമായി വിവരങ്ങൾ നൽകിയത് ശബരിമലയിൽ നിന്ന്, സന്നിധാനത്ത് നിന്ന്.